ആണും പെണ്ണും ഒന്നിച്ച് ഡാൻസ് കളിച്ചാലോ വ്യായാമം ചെയ്താലോ ഭാരത സംസ്കാരമോ ധാർമ്മികതയോ ഒക്കെ തന്നെ വെള്ളത്തിൽ ഒലിച്ചു പോകുമെന്നാണ് ഇവിടുത്തെ ചില മതമൗലികവാദികൾ വാദിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കുകയാണ് ഇന്ന് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി ഫേസ്ബുക്കിലൂടെ അലറി വിളിച്ചു കൂവിയത്. സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സൂംബ ഡാൻസ് പദ്ധതിക്കെതിരെയാണ് മത നേതാവ് രംഗത്ത് വന്നത്. ഇതോടുകൂടി തന്നെ രംഗം കുറച്ചുകൂടെ കളറാക്കാൻ മുസ്ലിം നേതാക്കൾ, അതിലെ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുകയാണ്. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടണമെന്ന നിർദ്ദേശം പ്രതിഷേധാർഹമാണ്. നിലവിലുള്ള കായിക പരിശീലനം മെച്ചപ്പെടുത്തുന്നതിനും പകരം തന്നെ ആഭാസങ്ങൾ നിർബന്ധിക്കരുത് എന്നാണ് ഇവരുടെ ഒരു ന്യായം. അതുപോലെ മേനിയഴക് പ്രകടിപ്പിക്കുവാനും ഇടകലർന്നുകൊണ്ട് ആടിപ്പാടുവാനും ധാർമ്മിക ബോധം അനുവദിക്കാത്ത വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതമൗലിക അവകാശത്തിനുമൊക്കെ നേരെയുള്ള ഒരു ലംഘനമാണ് ഇതെന്നും കൂടത്തായി പറയുന്നു. കുട്ടികളിൽ ലിംഗവ്യത്യാസമില്ലാതെ ഡാൻസ് കളിക്കുന്നതാണ് മുസ്ലിം നേതാവിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. സമസ്ത യുവജന വിഭാഗം SYS സംസ്ഥാന സെക്രട്ടറിയായ അബു സമദ് പൂക്കൂട്ടരും ഒക്കെ തന്നെ സൂംബയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് തന്നെ ഉള്ള ഒരു സംവിധാനമാണ് സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. മതബോധമുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ച് ഇത് ബുദ്ധിമുട്ടാണ് എന്നും അതുപോലെ മറ്റു കാര്യങ്ങളും ഇവർ വ്യക്തമാക്കുന്നു. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും സൂംബയ്ക്കെതിരെ രംഗത്ത് വരികയാണ്. സൂംബ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കായി രക്ഷിതാക്കളെ പദ്ധതിക്കെതിരെയായുള്ള തീവ്ര ശ്രമമാണ് മുസ്ലിം സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ അധ്യയന വർഷം മുതൽ തന്നെ സൂംബ പരിശീലനം നൽകണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. ഇതിനെതിരെയാണ് ഇവർ രംഗത്ത് വരുന്നത്. അധ്യാപകർക്ക് ഇതിനുള്ള പരിശീലനവും നൽകി കഴിഞ്ഞു. സാധാരണയായി തന്നെ മുസ്ലിം വിഭാഗങ്ങളുടെ എതിർപ്പുണ്ടായാൽ തീരുമാനത്തിൽ നിന്നും മലക്കം മറിയരുത് എന്ന് ഇടത് സർക്കാരിന്റെ പതിവായിരുന്നു. സൂംബ ഡാൻസിന്റെ കാര്യത്തിലും ഇത് തന്നെ ആവർത്തിക്കാനാണ് സാധ്യതയും. അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സൂംബ എന്നും വലിയ കുട്ടികൾ പോലും അങ്ങനെ ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമാണ് എന്നും ഇവർ വാദിക്കുന്നു. ഫേസ്ബുക്കിലൂടെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം. നിലവിലുള്ള കായിക പരിശീലനം മെച്ചപ്പെടുത്തുന്നതിന് പകരം ആഭാസങ്ങളെ നിർബന്ധിക്കരുത്. മേനിയഴക് പ്രകടിപ്പിക്കുവാനും ഇടകലർന്നുകൊണ്ട് ആടിപ്പാടുവാനും ധാർമ്മിക ബോധം അനുവദിക്കാത്ത വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മൗലിക അവകാശത്തിനും നേരെയുള്ള ലംഘനമായിരിക്കും ഇതെന്നാണ് ലഹരിക്കെതിരെ സ്കൂളിൽ സൂംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ TK അഷ്റഫ് രംഗത്ത് വരികയാണ്. തന്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നും അതിന്റെ പേരിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന ഏത് നടപടിയും നേരിടാൻ തയ്യാറാണ് എന്നാണ് ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചുവെക്കുന്നത്. സ്കൂളുകളിൽ സൂംബ കളിക്കുന്നത് പ്രതിഷേധാർഹമാണ് എന്ന് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി പ്രതികരിച്ചതിനും പിന്നാലെയാണ് ഇത്തരം ഒരു ആരോപണമായി അദ്ദേഹം രംഗത്ത് വരുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ് പൊതുവിദ്യാലയത്തിലേക്ക് തന്റെ കുട്ടിയെ അയക്കുന്നതെന്നും ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ അതിനുവേണ്ടിയല്ല തന്റെ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത്. ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാമെന്നും താൻ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകനാണ് എന്നും ഇതിനോട് വിയോജിപ്പുള്ള ധാരാളം പേരുണ്ട്. പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയിലാണ് പലരും ഇത് പുറത്തു പറയാത്തതെന്നും ഇതിനെ എതിർക്കുകയെങ്കിൽ പ്രതിസന്ധികൾക്ക് നാം തലവെച്ച് കൊടുക്കേണ്ടി വരുമെന്നും ഇദ്ദേഹം പറയുന്നു. ലഹരി വ്യാപനത്തിന്റെയും അടിപിടിയുടെയും ഒക്കെ തന്നെ ആഘോഷത്വരയുടെയും മറ്റും പേരിൽ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ കൂടുതൽ അകറ്റാനാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്. അതിനാൽ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട് എന്നും TK അഷ്റഫ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ ലഹരിക്ക് വിരുദ്ധമായുള്ള ഒരു പരിപാടിയെ ഇത്രയധികം നീചമാണ് എന്ന് വാദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതും ചോദ്യങ്ങൾ നിരവധിയായി ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.